ഇനി ഏത് തരത്തിലുള്ള പദ്ധതിയാണ് UDF സർക്കാർ വിഭാവനം ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള പദ്ധതിയാണ് ഇനി വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം പുതിയ തദ്ദേശ മന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് കൂടെ പ്രതീക്ഷിക്കുകയാണ്. ശുക്കൂറി, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ, സ്വപ്ന സുരേഷിന്റെ അടക്കം പങ്കുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും CBI പോലുള്ള സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതി, ഇപ്പോൾ നിലവിൽ ആ കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അന്വേഷണം നിർത്തിയതാണോ? ഇനിയിപ്പോൾ ഈ പദ്ധതി തന്നെ നടപ്പാക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യത കൂടിയുണ്ടോ? ആ കേസുകളൊന്നും അവസാനിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായ ഒരു പദ്ധതിയാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ്. ആ വടക്കാഞ്ചേരി ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിന് ഈ ലൈഫ് മിഷൻ വിഭാവന ചെയ്തിരിക്കുന്ന പ്രകാരം പുറത്തു നിന്നുള്ള പണം സ്വീകരിക്കാനാകും. അതായത് നാട്ടിലൊരാൾ ഒരു CSR ഫണ്ടുകൾ, ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ എല്ലാം സാമൂഹ്യ ഉത്തരവാദിത്ത നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ വാങ്ങിക്കാം, ചില ആളുകൾക്ക് സംഭാവന നൽകാം. അങ്ങനെ പലതരത്തിലുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൂടി ഈ വീടുകൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ലൈഫ് മിഷൻ. അക്കാര്യത്തിൽ സുതാര്യതയില്ലായ്മയാണ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ആ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ എല്ലാം നിർമ്മാണം പാതി വഴിയിൽ കേസ് വന്നതോടുകൂടി സ്തംഭിച്ചു. അതെല്ലാം തന്നെ ഒരു വിവാദമായ, ഒരുപക്ഷെ ഈ പദ്ധതിയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയ ഒരു സംഭവമാണ്. പക്ഷെ ആ ഫ്ളാറ്റിന്റെ നിർമ്മാണം ഇതുവരെ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു തീരുമാനമുണ്ടാകേണ്ടി വരും. ഈ ലൈഫ് മിഷൻ എന്ന പേര് കേട്ടാൽ തന്നെ അത് സ്വപ്ന സുരേഷിന്റെയും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെല്ലാം ആളുകളുടെ ചിന്ത പോകുന്ന രീതിയിലേക്ക് മാറിയത് കൂടി ഈ വടക്കാഞ്ചേരി ഫ്ളാറ്റിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയെങ്കിൽ ലൈഫ് മിഷൻ എന്നുള്ളത് ഒരു കേന്ദ്രീകൃത പദ്ധതിയായിരുന്നു, കുറച്ചുകൂടി വികേന്ദ്രീകൃതം. അതായത് താഴെ തട്ടിൽ നിന്ന് ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും പദ്ധതി നിർവഹണവും ആസൂത്രണവും എല്ലാം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇതിലുള്ള കാഴ്ചപ്പാട്, അവരുടെ താല്പര്യങ്ങൾ എന്നതെല്ലാം പ്രധാനമായിരിക്കും. ഒരുപക്ഷെ നിലവിലുള്ള വിമർശനങ്ങൾ മറികടക്കുന്ന ഒരു പദ്ധതികളെങ്കിലും അവർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, MK ശുക്കൂറാണ് വിവരങ്ങൾ നൽകിയതിൽ.